കോഴിക്കോട് വിജിൽ നരഹത്യാ കേസിൽ റിമാൻഡിൽ കഴിയുന്ന 3 പ്രതികളെയും അന്വേഷണ സംഘം ഉടൻ കസ്റ്റഡിയിൽ വാങ്ങും. പ്രതികൾക്കായി എലത്തൂർ പോലീസിന് കൊയിലാണ്ടി കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും. ഗോകുൽ കെ വേണുഗോപാലുണ്ട് കോഴിക്കോട് വിവരങ്ങളുമായി. ഗോകുൽ, ഗുഡ് മോർണിംഗ്. വിവരങ്ങൾ എന്തൊക്കെയാണ് ഗോകുൽ? ഉന്മേഷ് ക്രിസ്ത്യന, മോർണിംഗ്. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ വിജിൽ നരഹത്യാ കേസിലെ 2ാം പ്രതിയായിട്ടുള്ള രഞ്ജിത്തിനെ തെലങ്കാനയിൽ നിന്ന് പോലീസ് പിടികൂടിയത്. നേരത്തെ തന്നെ ദീപേഷ്, നിഖിൽ എന്നീ 1ഉം 3ഉം പ്രതികളെ പിടികൂടാൻ സാധിച്ചിരുന്നുവെങ്കിൽ രഞ്ജിത്ത് എന്ന് പറയുന്ന 2ാം പ്രതി ബാംഗ്ലൂരിലേക്കും അവിടെ നിന്ന് തെലങ്കാനയിലേക്കും കടന്നു കളയുകയായിരുന്നു. പിന്നീട് എലത്തൂർ പോലീസ് തെലങ്കാനയിലെത്തിയതിനു ശേഷമാണ് പ്രതിയെ പിടികൂടിയിട്ടുള്ളത്. ഇനി ഇവരെ 3 പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള നടപടികളാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള 3 പേരെയും ഒരുമിച്ച് കസ്റ്റഡിയിൽ വാങ്ങുന്നതിനായിട്ട് അപേക്ഷ നൽകാൻ ഒരുങ്ങുന്നത്. അതിനുള്ള നടപടികൾ ഉടനെ തന്നെ ആരംഭിക്കുമെന്നാണ് എലത്തൂർ സ്റ്റേഷനിൽ നിന്ന് അറിയാൻ സാധിച്ചിട്ടുള്ളത്. നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അമിത അളവിൽ ലഹരി ഉപയോഗം കുത്തിവെച്ചതിന് ശേഷമാണ് വിജിൽ മരിക്കാനിടയായ സാഹചര്യം എന്നാണ് ഈ 1ഉം 3ഉം പ്രതികൾ നൽകിയിട്ടുള്ള മൊഴി. അത് രഞ്ജിത്തും സ്ഥിരീകരിക്കുന്നുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവർ 3 പേരുടെയും മൊഴിയിൽ എന്തെങ്കിലും വൈരുദ്ധ്യമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനായിട്ടാണ് 3 പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള കസ്റ്റഡി അപേക്ഷ നൽകാൻ ഒരുങ്ങുന്നത്. ഇന്നലെയാണ് രഞ്ജിത്തിനെ കൊയിലാണ്ടി കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഇനിയിപ്പോൾ വരുന്ന ദിവസങ്ങളിൽ തന്നെ ഈ 3 പേരെയും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ നൽകുമെന്നാണ് എലത്തൂർ സ്റ്റേഷനിൽ നിന്ന് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ വിജിലിന്റെ സരോവരത്ത് നിന്ന് ലഭിച്ചിട്ടുള്ള വിജിലിന്റേതെന്ന് സംശയിക്കുന്ന ശരീരാവശിഷ്ടങ്ങൾ, അതിന്റെ DNA പരിശോധനയും പൂർത്തിയാക്കേണ്ടതുണ്ട്. DNA പരിശോധനാ ഫലം വന്നു കഴിഞ്ഞാൽ മാത്രമേ സാങ്കേതികമായെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുള്ളൂ ഇത് വിജിലിന്റെ മൃതദേഹമാണ് എന്നുള്ളത്. അതിന് ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങളും ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. കണ്ണൂരിലെ ഫോറൻസിക് ലാബിലേക്കായിരിക്കും ഈ DNA സാമ്പിളുകൾ അയക്കുക. അതിനും കോടതിയുടെ അനുമതി വാങ്ങേണ്ടതുണ്ട്. അതിന്റെ നടപടികളും ഒരേ സമയം പുരോഗമിക്കുന്നു. ശരി, ഗോകുൽ കെ വേണുഗോപാലാണ് കോഴിക്കോട് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.